നീ പറ എടാ പറയാടാ നിക്ക് ഞാൻ പറയണ എന്താ പറ അല്ല എക്സ്പീരിയൻസ് വേണ്ട. ഒരു ആണിനെ കണ്ട എങ്ങനെ മനസ്സിലാക്കാം, ഒരു പ്രാവില് ഒരു മെയിലിൽ എങ്ങനെ കണ്ട കണ്ട ഇതാണ് പ്രാവിനെ പിടിക്കാൻ പഠിച്ചിട്ടില്ല ഇപ്പോഴും. ഇവന്റെ കയ്യിൽ ആരാ പ്രാവിനെ കൊടുത്ത്? അതിനെ പിടിച്ചോ, ചിറകിൽ ലോക്ക് ചെയ്ത് പിടിച്ചു. ഇങ്ങനെ കണ്ട അങ്ങനെ പിടിച്ചു. കണ്ട ഇതാണ് പ്രശ്നം. ഒരു പെൺപ്രാവിനെ മനസ്സിലാക്കാൻ എന്താണ് പിള്ളേരെല്ലാരും ചോദിക്കുന്നുണ്ട്, ആണേതാ പെണ്ണെങ്ങനെയാന്ന് മനസ്സിലാവണം എങ്ങനെയാന്ന്. ഏകദേശം നീ പഠിച്ചൊരു കാര്യം നിനക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എക്സ്പീരിയൻസ് ഉള്ളൂ. പ്രാവ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അതൊന്ന് കാക്ക ആ ഒരു കുഞ്ഞു പോയിരുന്നെങ്കിൽ ഇടപാട് കഴിഞ്ഞേനെ, എല്ലാ ഇടപാടും കഴിഞ്ഞേനെ. അതിന് നിലത്തേക്ക് ഇരിക്കടാ. ഇപ്പൊ എല്ലാം പോയിട്ടോ. ഒരു വീഡിയോ ഇടുന്നതിന്റെ ഇടയില് നടന്ന സംഭവമാണ്. കണ്ടോ, ഇറക്ക് ഇടക്കിടക്കല്ല വാ ഇടുവാ ഇവിടെ ഇരിക്കും. ഇടക്കിടക്കല്ല ഇറക്കിറക്കെന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമില്ല. അപ്പൊ നിന്റെ ഇത്ര നാള് വളർത്തിയുള്ള ഒരു എക്സ്പീരിയൻസില് ഒരു ഫീമെയിലിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള രീതിയാണ് ഞാൻ ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് തന്നെ. നീ ഇത്ര നാള് മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മതി എല്ലാവർക്കും. ഫീമെയിൽ ആവുമ്പോ എങ്ങനെയായിരിക്കും? സാമ്പിളായിട്ട് വാ, എവിടെ കാണിച്ചെടുക്കണോ? ആ പാത്രം പുറത്തേക്ക് എടുക്കും. ഇത് ഫീമെയിൽ പ്രാവാണ്. ആണ്ടാ ഫീമെയിൽ ആവുമ്പോ പ്രാവിന്റെ ഒരു നൃത്തം. പ്രാവ് ഇങ്ങനെ ഒരു ചെറിയൊരു ഒതുക്കം ഉണ്ടാവും അല്ലേ? വളർത്തിയൊരു എക്സ്പീരിയൻസ് ആവുമ്പോ നമുക്ക് മനസ്സിലാവും ഫീമെയിൽ എങ്ങനെ മെയിൽ. ചെയിൽ മെയിൽ ഒതുങ്ങിക്കും. ചെയിലല്ല, ഷെയ്ക്കാന്ന് പറയുമ്പോ നിക്കും. പക്ഷെ മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് വളർത്തിയ എക്സ്പീരിയൻസ് ആവുമ്പോ ആണേതാ പെണ്ണാന്ന് ഏകദേശം ഒരു രൂപം കിട്ടും അല്ലേ? നമ്മള് പഠിച്ച കേസാണ് തുടക്കത്തില്. പിന്നീട് പിന്നെ നമുക്ക് മനസ്സിലാവും. മെയിൽ അങ്ങനെ നിക്കും, ചിലപ്പോ ഫീമെയിൽ ആണിനെ പോലെ നിക്കും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് മെയിൻ ആയിട്ട് അതിന് എക്സ്പീരിയൻസ്. നമ്മൾ പ്രാവ് വളർത്തി കുറച്ച് നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വലിയ വളർത്തിയ എക്സ്പീരിയൻസ് ആയിന്നല്ല പറയണത്. നമുക്ക് അതന്നെ 100-1 പോലും നമ്മളായിട്ടില്ല. അതാണ് ഇപ്പോഴും നിച്ച് പറയണത്. നമുക്ക് ഇതൊരു മെയിൽ പ്രാവാണ് കണ്ട, ഇതൊരു ആൺപ്രാവാണ് കണ്ട. ഇതിന്റെ ചിലപ്പോ പെണ്ണ് ആണിനെ പോലെ ആ ഒരു കോലത്തിലും വരും, ആണ് പെണ്ണിന്റെ ഒരു കോലത്തിൽ ഇങ്ങനെ കണ്ട പെണ്ണിനെ പോലെ ഒതുങ്ങി നിൽക്കും. പക്ഷെ നമുക്കതൊരു വളർത്തി കുറച്ച് ഒരു ധാരണ കിട്ടും. കുറച്ച് നമ്മൾ വളർത്തി കഴിയുമ്പോൾ നമുക്കൊരു 2-3 വർഷമൊക്കെ വളർത്തി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പ്രാവിനെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പ്രാവിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടും. മനസ്സിലായോ? അതാണ് ഇപ്പൊ നിച്ചുവിന് കിട്ടിയ ഒരു ധാരണയാണ് നിച്ചു പറഞ്ഞത്. അതൊക്കെ ഞങ്ങളൊക്കെ പണ്ട് പ്രാവ് ആണേതാ പെണ്ണേതാന്ന് ഒരു മിനിറ്റ് കണ്ടാ. അപ്പൊ ഇതാ ഇങ്ങനെ കുറുകനുണ്ടാ. അപ്പൊ ഇതൊരു ആൺപ്രാവാണ്. നമ്മളൊക്കെ ആദ്യം വളർത്തു തുടങ്ങിയപ്പോ ഇങ്ങനെയാണ് ആൺപ്രാവളം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ പെൺപ്രാവളും ഇങ്ങനെ കാണിക്കും. പക്ഷെ പെൺപ്രാവളും അവിടെയാണ് മാറിപ്പോണത്. നോക്കിയിരിക്കും ഫീമെയില് മസ്കാവും. അതന്നെ നമ്മളടുത്തുണ്ട് ഇതുപോലത്തെ ഒരു ആണിനെ പോലെ ഫീമെയില്. പിന്നെ മറ്റേ പമ്പ് പണ്ട് കണ്ട എല്ലാരും ചിരിക്കണ നമ്മളെ വായിന്ന് പറ്റണ തെറ്റുകളെല്ലാരും. നീ ഇങ്ങോട്ട് കഴിച്ചുകൂടി നിന്നടാ ഇവിടേക്കോ. അതല്ല ചിരിക്കാനിപ്പോ മനുഷ്യന്മാരില്ലടാ, കുറച്ച് തെറ്റൊക്കെ പറ്റും. പിന്നെ നമുക്ക് പണ്ടുണ്ടല്ലോ കുറെ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാവിനെ നമ്മൾ കയ്യിലിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ആണും പെണ്ണും മനസ്സിലാക്കണത്. ഒരു മിനിറ്റ് നോക്ക്. പണ്ട് കാലത്ത് പിള്ളേര് നമുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏത് പ്രാവിനെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ കയ്യിൽ തിരിച്ചു പിടിച്ചിട്ട് അനങ്ങാണ്ടിരുന്ന പൂവൻ പ്രാവ് ഞാനല്ല പണ്ട് വളർത്തോടിക്കുന്ന സമയത്ത് പെടപ്രാവിൽ അത് പറഞ്ഞു വന്നു. അതുകൊണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു പ്രാവിനെ പിടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞല്ല, നമ്മൾ നോക്കുന്നത് എങ്ങനെ കുറുകണത് മെയില്, കുറുകാത്ത ഫീമെയില്. ഞാൻ കൈസിന് ഒരു മെയിലിന് വന്നപ്പോ ഇട്ട് കൊടുത്തപ്പോ ഇങ്ങനെ കുറുകണേന് പിടിച്ചു കൊടുത്തു. കൈസ് വന്നിട്ട് പറയാണ്, അങ്ങനെയല്ല നോക്കണം, പുതിയ ട്രെൻഡ് ആയിരുന്നു പറഞ്ഞോണ്ട് പ്രാവിനെ ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ വെച്ചേക്കാം. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് അനങ്ങണത് മെയില്, അനങ്ങാത്തത് ഫീമെയില്. അപ്പൊ പിന്നെ എന്ത് ചെയ്ത് ഉള്ളിലൊരു നല്ല പ്രാവിനെ നോക്കി പിടിച്ചുകൊണ്ടേ ഇങ്ങനെ ഇറുക്കി പിടിച്ച അപ്പൊ നോക്കിയപ്പോ അനങ്ങാത്ത മെയിലാണല്ലോ. അപ്പൊ ഫീമെയിൽ എടുത്തിട്ട് ഇറുക്കി പിടിച്ച് നല്ല പ്രാവിനെ എടുത്ത് ഉള്ളില്
ഉള്ളിലുള്ളിന്ന് പറ. കൈ ഇങ്ങനെ നിവർത്തിയെന്ന് പറഞ്ഞ അനുഭവം പിടിക്കാൻ നേരത്തെ എന്ത് ചെയ്യും, പ്രാവിന് പൊത്തി പിടിക്കും, പ്രാവനങ്ങോ ഇതിന് മതി, ഇത് ഫീമെയിലാണ്. പണ്ട് കാലത്ത് പിള്ളേരൊക്കെ നമ്മളെ പറ്റിച്ചോണ്ടിരുന്നത് അങ്ങനെയാണ്, മനസ്സിലായ? ഒരു ബാങ്ക് വിളി കഴിഞ്ഞപ്പോ എല്ലാരും ഇവിടെ നിശബ്ദരായിരിക്കാണ്, കണ്ട? നിശബ്ദരായിട്ട് കണ്ട, കൂടും പ്രാവളൊക്കെ നിശബ്ദമായിട്ട് നിൽക്കാണ് ഇവിടെ, കണ്ട? ബാങ്ക് വിളി കേട്ടാ എല്ലാരും സൈലന്റ് ആണ് ഇവിടെ, കണ്ട? ബാങ്ക് വിളിച്ചാ അപ്പ സൈലന്റ് ആണ് എല്ലാരും ഇവിടെ, കണ്ട? എല്ലാരും പള്ളിയിൽ പോണതാണ്, നമ്മളും പള്ളിയിലേക്ക് പോവാണ്, കണ്ട? ആൾക്കാരെല്ലാരും പള്ളിയിലേക്ക് നടന്നു പോണൊരു ഇതാണ് കാണുന്നത്, കണ്ട? അപ്പൊ ഇതുങ്ങളെയൊക്കെ കൂട്ടിക്കെറ്റി കഴിയുമ്പോഴേക്കും നമ്മളും പോകും പള്ളിയിലേക്ക്. പിള്ളേരെല്ലാരും നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ള പിള്ളേരാണ്, അല്ലേ? കണ്ട? ഒരു ജോഡി നമ്മൾ എങ്ങനെ റെഡിയാക്കും? പ്രാവ് ഒരു ജോഡി നമ്മള് പറവക്ക് വേണ്ടി ഒരു ജോഡി ഇടുമ്പോ ആദ്യം നല്ല ലൈൻ പ്രാവ് വേണം, നല്ല ലൈൻ പ്രാവ് വേണം. എല്ലാരിലും ആയി, ആക്കും. നമ്മൾ ടെസ്റ്റിങ്ങിലാണ്. നല്ല നല്ല ബന്ധങ്ങൾ വഴിയായിരിക്കണം പ്രാവള് എടുക്കേണ്ടത്. എല്ലായിടത്തും പോയിട്ട് വെറുതെ പോയി പ്രാവള് ഇങ്ങനെ എടുത്ത് പോയി കഴിഞ്ഞാൽ കാശ് ഒരുപാട് കളഞ്ഞവരാണ് ഞങ്ങളും. ഞങ്ങൾ ഒരുപാട് കാശ് കളഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് കാശ് റെക്കാമറ നമ്മള് കളറും കോലവും ഒക്കെ നോക്കിയാണ് പ്രാവള ആദ്യം എടുത്തോണ്ടിരുന്നത്. നല്ല കളറ് നമുക്കത് അറിയാമുള്ളൂ. കാരണം വെച്ചാൽ നമ്മളത് പഠിച്ച് നമ്മളത് അങ്ങനെ ചെയ്തേക്കണ്. എന്ന് വെച്ചാൽ കളറ് നല്ല കളറിൽ പ്രാവിനൊക്കെ നമ്മൾ എടുക്കും. അതേപോലെ നല്ല ഹൈറ്റ്, പ്രാവിന് നിപ്പ്, ഇതൊക്കെ കണ്ട് നമ്മൾ എടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ കുറെ പ്രാവളൊക്കെ എടുത്ത് കുറെ ഇതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല പ്രാവ്. കോലത്തിലും ഉണ്ടാവില്ല പറക്കമുള്ള പ്രാവ്, കോലത്തിലുണ്ടാവും പറക്കമുള്ള പ്രാവ്. പക്ഷെ നമ്മൾ കണ്ടെടുത്തോളം ലുക്കിലല്ല കാര്യം, വർക്കിലാണെന്ന കാര്യം പറയണ പോലെയാണ്. പ്രാവിന്റെ ലുക്കിലും ഒന്നിലും ഒരു കാര്യമില്ല. പ്രാവ് ക്വാളിറ്റി മെയിൻ ആയിട്ട് ഇരിക്കുന്നത് പ്രാവിന്റെ ബ്ലഡ് ലൈൻ. പറവപ്രാവിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രാവ് തീർച്ചയായിട്ടും നല്ലൊരു ബ്ലഡ് ലൈൻ പ്രാവാണെന്നുണ്ടെങ്കിൽ ആ പ്രാവ് പറക്കും, മനസ്സിലായ? അല്ലാതെ ലുക്ക് ഒക്കെ ഉണ്ടാക്കാൻ വെറുതെ നല്ല പ്രാവുകൾ ഇട്ട് ക്രോസ് ചെയ്താൽ നല്ല ലുക്കും പ്രാവുകളൊക്കെ കിട്ടും. നല്ല പ്രാവ് വഴിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ നല്ല ബ്ലഡ് ലൈൻ പ്രാവ് വേണം. അത് വെച്ചാലാണ് നമുക്ക് ഓരോ ലൈൻ പ്രാവുകൾ നമുക്ക് ഇറക്കാം, നമുക്ക് പറപ്പിക്കുക, മനസ്സിലായ? അപ്പം നമ്മൾ ടൂർണമെന്റ് മെയിനായിട്ട് പറപ്പിക്കുമ്പോൾ നല്ലൊരു പ്രാവ് എവിടെന്നെങ്കിലൊക്കെ നല്ലൊരു പ്രാവ് ഒപ്പിച്ച് ജോഡിയൊക്കെ ഇട്ട് കുഞ്ഞൊക്കെ എടുത്ത് മാക്സിമം നമ്മുടെ കൂട്ടിൽ തന്നെ എല്ലാ ജോഡികളൊക്കെ നല്ല അടിപൊളി ജോഡികളൊക്കെ ഇട്ട് ഒരു സ്ഥലത്തും ആരും പ്രാവിന് വേണ്ടി പോകണ്ട. എല്ലാവരുടെ കൂടുതലും നല്ല നല്ല പ്രാവുകളുണ്ട്, അല്ലേ? നമ്മുടെ കൂടുതൽ എല്ലാ പ്രാവ് ഉണ്ടെന്നല്ലാട്ട് പറഞ്ഞാൽ എല്ലാവരുടെ കൂടുതലും നമ്മളൊന്നൊന്നുമല്ല ഇതിനകത്ത്, മനസ്സിലായ? നമ്മളേലും വെട്ടണ പ്രാവുള്ള പിള്ളേർ സെറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ പിള്ളേർ സെറ്റുകൾ, അമ്മാരി പ്രാവുകള്, മനസ്സിലായ? എല്ലാവരുടെ കയ്യിലും ഉണ്ട് പ്രാവുകൾ, നല്ല എല്ലാവരുടെ കയ്യിലും പ്രാവുകളുണ്ട്. പക്ഷേ ഇതാണ് മനസ്സിലായ, എല്ലാവരുടെ കയ്യിലും പ്രാവും ക്ലൈമറ്റും എല്ലാം കൊണ്ട് ഒത്തു തന്നെ. പ്രാവ് പറപ്പിക്കുമ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണ് വെച്ചു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആദ്യമായിട്ടൊരു കുഞ്ഞിനെ എങ്ങനെ ചുറ്റിക്കും നമ്മള്? ഒരു കുഞ്ഞ് ഒരു ജോഡി ഇട്ട് ഉള്ള കഥ പോലെ പറ. ഇച്ചിരി ഉറക്കെ പറഞ്ഞോ, സൗണ്ട് ക്ലിയർ അല്ല. അതായത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണ കാര്യമുണ്ടോ, എല്ലാവരുടെ സാഹചര്യം ഒരു ഓണമല്ല. പല ആൾക്കാരും പല രീതിയിലാണ്, ജോലിക്ക് പോണവരുണ്ട്, അത് വർക്ക് ഇതൊക്കെ നടക്കുന്നവരുണ്ട്. നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ രാവിലെ ചുറ്റിക്കും. അതായത് ഈ രാവിലെ കുഞ്ഞു ചുറ്റിച്ചാലുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ രാവിലെ കുഞ്ഞ് മിസ്സായ വരാനുള്ള ടൈം വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അതായത് രാവിലെ പോണ കുഞ്ഞാണെങ്കിൽ ഇരുട്ടണേന് മുമ്പ് വരെയുള്ള സമയത്തിൽ ആ പ്രാവിന് വന്ന് ഇറങ്ങാൻ പറ്റും. അതേസമയം വൈകുന്നേരമാണ് ആ പ്രാവ് പോണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരുട്ടായി മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. ചില പ്രാവ് പിറ്റേ ദിവസം വരും, ചിലതല്ല മിക്ക പ്രാവും വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യം, ചിലപ്പോ നമ്മള് കാലത്ത് ചുറ്റിക്കുന്നു പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കാലത്ത് ചുറ്റിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും വർക്കും കാര്യങ്ങളും, സ്കൂളിൽ പോണവരുണ്ട്, പഠിക്കാൻ പോണവരുണ്ട്, ഓരോരോ ജോലിത്തിരക്കും കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾക്ക് നിലവിൽ ഒരു പണി പരിപാടിയൊന്നും ഇല്ലാന്നല്ല, നല്ല പരിപാടിയുണ്ട്, ഇറച്ചിയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. അപ്പൊ ഇന്നിപ്പോ ഞായറാഴ്ച ആയിട്ട് രാവിലെ ഇറച്ചിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് വൈകുന്നേരം കണ്ട റിഫ്രഷ്മെന്റിന് വേണ്ടി പ്രാവളത് കണ്ട നയിച്ചിട്ടേക്കാണ്. ഇതിനകത്ത് ഒന്ന് ചുറ്റിക്കാൻ വേണ്ടി വിട്ടേണ്ടല്ല, പ്രാവള് ഇണങ്ങിയ പ്രാവളെ ടൈമിലേക്ക് ആക്കാൻ വേണ്ടി വിട്ടേക്കുന്നതാണ്. കണ്ട ഒന്ന് പറപ്പിച്ച് സെറ്റാക്കി നിർത്താൻ വേണ്ടി, ഇരുട്ട് പൊളിച്ച് ഇരുത്താൻ വേണ്ടി പ്രാവിന് വിട്ടേക്കുന്നതാണ്. കണ്ട അപ്പൊ അങ്ങനെ വേണ്ടി വിട്ടേക്കണമെന്നാണ് നിലവിൽ. അപ്പൊ എന്നിട്ട് അങ്ങനെ ചുറ്റിക്കുന്നവരുണ്ട്, പറഞ്ഞ പോലെ ടൈമുള്ളവര് രാവിലെ ചുറ്റിക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പിൽ വന്ന് ഇറങ്ങും പ്രാവ്. ഇല്ലാത്തവര് വൈകുന്നേരം ചുറ്റി ഇറക്കണവരുണ്ട്, ഇല്ലാന്നല്ല അങ്ങനെ ഇറക്കണവരുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. രാവിലെ വിട്ട് പോയാലും വൈകുന്നേരം വരെയുള്ള ഗ്യാപ്പിനുള്ളിൽ വരും എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ചെയ്യണ രീതി. പിന്നെ എങ്ങനെയാ പ്രാവുണ്ട് പിന്നെ ചുറ്റി വന്നതിനുള്ളത് എങ്ങനെയാ? പിന്നെ നമ്മള് വേറെ പ്രാവുള്ളപ്പം അത് തന്നെ ആദ്യം 2 പ്രാവുള്ളപ്പം വിടും, പിന്നെ 1 പ്രാവ് ആക്കും,
മെയിൻ ആയിട്ട് പ്രാവ് പറത്തലല്ല കാര്യം. പ്രാവ് എവിടെ ഇറങ്ങുന്നത് അതന്നെ. പ്രാവ് ഇപ്പൊ പറന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാവിന്റെ 20 മണിക്കൂർ പറക്കാനുള്ള പ്രാവ് ഉണ്ടായിട്ട് കാര്യമില്ല. അതിനെ കറക്റ്റ് പറപ്പിച്ച് ഇരുത്താൻ പറ്റിയ പ്രാവ് ആദ്യം വേണം. പറത്തണേലും മുമ്പ് വേണ്ടത് ഇരുത്തം. ആ ഇരുത്തണമെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റിയ പ്രാവ് നമ്മുടെ കൂട്ടിൽ വേണം, വേറെ വേണം. ആ പ്രാവ് നമ്മള് കുഞ്ഞെടുത്തിട്ട് 20 മണിക്കൂർ പറക്കണ പ്രാവാണെങ്കിലും 10 മണിക്കൂർ പറക്കണ പ്രാവാണെങ്കിലും 2 മണിക്കൂർ പറക്കണ പ്രാവുള്ള പ്രാവ് പറക്കണമെങ്കിൽ അതിന്റെ കൂടെ ഉള്ളൊരു പ്രാവുണ്ടല്ലോ, ആ പ്രാവിനെ എന്ത് പഠിപ്പിക്കണം, അതിലാണ് ആ പ്രാവ് പറക്കണത്. നമ്മൾ പഠിച്ച കാര്യമായിട്ട് ഇത് എല്ലാവർക്കും പല പല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതുകളായിരിക്കും. നമ്മുടെ ഒപ്പീനിയനാണ് നമ്മൾ പറയണത്, മനസ്സിലായോ? നമ്മുടെ നല്ലൊരു ഡ്രൈവർ പ്രാവ് വേണം, മനസ്സിലായോ? ആ ഡ്രൈവർ പ്രാവ് നല്ലൊരു പ്രാവാണെന്നുണ്ടെങ്കിൽ ആ പ്രാവ് എങ്ങനെ കാണിക്കണേ, ഏത് കാണിക്കണേ, അതുവഴി അതിന്റെ കൂടെ ആ പ്രാവ് പോകും, മനസ്സിലായോ? 20 മണിക്കൂർ അതന്നെ. അതൊന്ന് പറയാം, അതെങ്ങനെയാ അതിന്റെ കാര്യങ്ങള്? അതായത് 20 മണിക്കൂർ പറക്കുമ്പോ 20 മണിക്കൂർ അതിന്റെ കൂടെ ഡ്രൈവർ ഉണ്ടാവില്ല, ഡ്രൈവർ പ്രാവ് ഉണ്ടാവില്ല. പ്രാവ് തുടക്കത്തിലാണ് ആ പ്രാവിനെ ഒന്ന് ചുറ്റിച്ചിരുത്തണത്, ഒന്ന് ചുറ്റി ഇറങ്ങാനുള്ള രീതിയും പഠിപ്പിക്കണത്. പിന്നെ ഇവിടെ നമ്മൾ വേറെ പറവപ്രാവിന്റെ ഒപ്പം തന്നെയാണ് പറക്കാനുള്ള 2 പ്രാവിന്റെ കൂടെ വിടുന്നത്. തുടക്കത്തിലുള്ള ആ ഇരുത്തവും കാര്യങ്ങളും ആ പ്രാവ് ഒന്ന് തിട്ടപ്പെടുത്തി സെറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് അതിന്റെ ജോലി. ആ ഡ്രൈവർ പ്രാവിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഡ്രൈവർ പ്രാവ് നമ്മുടെ കൂടുതൽ എന്തായാലും നമ്മള് പറവപ്രാവിനും കൂടുതൽ വേണം, പറപ്പിക്കുന്നവരിൽ പ്രാവ് വേണം. അതില്ലാണ്ട് പറപ്പിക്കുന്നവരും. അതാണ് ഈ കാര്യത്തിൽ പറയണ, നമ്മൾ ചെയ്യുന്ന രീതിയല്ല മറ്റൊരാൾ ചെയ്യണത്. അതാണ് കാര്യം. അതാണ് ഇപ്പൊ ഫുഡ് നമ്മള് പല ഫുഡും കൊടുക്കുന്നുണ്ട്, മനസ്സിലായോ? പക്ഷെ നമ്മള് ചിലപ്പോ പറയും, നമ്മള് കുറെ സ്ഥലത്ത് പോകുമ്പോ ചോദിക്കും എന്ത് ഫുഡാ കൊടുക്കണേന്ന് നോക്കി. അപ്പൊ നമ്മള് കൊടുക്കണ ഫുഡ് ചിലപ്പോ അവര് കൊടുക്കണ്ടാവൂല, അവര് വേറെ ഫുഡ് ആയിരിക്കും കൊടുക്കണത്. പക്ഷെ നമ്മള് നമ്മുടെ ഫുഡ് കൊടുത്തിട്ട് നമ്മള് തൃപ്തിപ്പെടും, അവരവരുടെ ഫുഡ് കൊടുത്തിട്ട് അവരെയും പ്രാവ് വറക്കുന്നുണ്ട്. ഓക്കെ അല്ലാന്ന് പറയും. പ്രാവിന്റെ കാര്യത്തിൽ ഒന്നും എല്ലാത്തിനും ഒരു ഉറപ്പില്ല. പലർക്കും പല പല കാര്യങ്ങളാണ്, പല പല അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കും ഈ പ്രാവ് എന്ന് പറഞ്ഞാൽ വെറുതെ ആകാശത്തേക്ക് വിട്ടാൽ മതി, പ്രാവ് പറന്നോളൂന്ന്. പക്ഷെ അതൊന്നുമല്ല സംഭവം. പ്രാവിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടും അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളും ടൂർണമെന്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും അതൊക്കെ ചിന്തിക്കാനേ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഉറക്കൊഴിച്ചിട്ടുള്ള കാര്യങ്ങള് നമുക്ക് പണിക്ക് പോകാൻ പറ്റൂല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലേ? പ്രാവ് ഒരു ടൂർണമെന്റ് അത് കുഴപ്പമില്ല. ബനിയനൊക്കെ ഇടാൻ നീ ഒരു സിനിമ നടനാണല്ലോ. ഇപ്പൊ ഇവന്റെ ഒരു വീഡിയോ യൂട്യൂബിലേക്ക് വന്നപ്പേ, ഇവന്റെ ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ വന്നേനിപ്പേ നിക്ക് അതല്ല ക്യാമറയുടെ ബാക്കിൽ ഞാൻ ഇങ്ങനെ പറയണെങ്കിൽ ഞാൻ അനുസരിച്ചുള്ള എഫേർട്ട് ഇടണം, മനസ്സിലായാ? ഇവനൊരു യൂട്യൂബിലേക്ക് വന്നു കണ്ട നല്ല ഷർട്ട് ഇടാറെന്ന് പറയണേ വേണ്ടാ. പക്ഷെ ഇവൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞോ വീഡിയോ ഓഫാന്ന് വിചാരിച്ചവൻ പറഞ്ഞാണ്. പക്ഷെ മെനുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വരാറുന്നത്. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് വീഡിയോ കിട്ടുവന്നപ്പേ ഇവനിപ്പോ ഭയങ്കര റേഞ്ചായി. ഇപ്പൊ നല്ല സാധനങ്ങളൊക്കെ ഇട്ട് ഇറങ്ങോളൂ, ഭയങ്കര വില കൂടിയ സോപ്പ്, മറ്റേ പെർഫ്യൂം, ചെരുപ്പ്, ഇതൊക്കെ ഇട്ടിപ്പോ നടക്കുള്ളൂ. കാരണം ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ട് കാര്യമില്ല. ഇപ്പൊ എല്ലാരും അറിഞ്ഞ് ഇനിയിപ്പൊ നല്ല രീതിക്ക് നടക്കണമെന്നും പറയണേ. ടൂർണമെന്റ് പറക്കുമ്പോ പ്രാവിന് രാവിലെ വിടുമ്പോ പ്രാവ് എന്തൊക്കെ ഇരിക്കും അന്നത്തെ നമുക്ക് പ്രാവ് പറക്കാനുള്ള ഒരു എല്ലാം കൊത്ത് കിട്ടണമെന്ന് പറയുന്ന ആൾക്കാർ, ചില ആൾക്കാർ ഒരു സഭഭാഗ്യം എന്നൊക്കെ പറയും, മനസ്സിലായോ? സഭരാശി എന്നൊക്കെ പറയും. ജനീന ഒരു ലക്കാണ്. അത് എങ്ങനെയാ അന്നത്തെ ക്ലൈമറ്റ് കാര്യങ്ങള്? ക്ലൈമറ്റ് പ്രാവിന് പറക്കാം, വലിയ ഇറങ്ങിയറില്ലാണ്ട്. പിന്നെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചില ആൾക്കാര് നമ്മള് കൊറേ സ്ഥലത്ത് പ്രാവ് പറപ്പിക്കുമ്പോ അതിന് മുമ്പൊക്കെ അവരുടെ കയ്യിൽ പ്രാവ് നല്ല ടേണിലൊക്കെ നല്ല പറന്നിട്ടുണ്ടാവും. പക്ഷെ ടൂർണമെന്റ് സമയത്ത് വിടുമ്പോ അവര് അഡീഷണലി ഫുഡും കാര്യങ്ങളും വെറുതെ കുത്തി കയറ്റും, മനസ്സിലായോ? ഡെയിലി കണ്ട ലൈറ്റ് ഇടാൻ വേണ്ടി ശിഷ്യനെ പറഞ്ഞു വിട്ടേക്കാണ്. കണ്ട ലൈറ്റ് ഇവിടെ ഇട്ടുണ്ടായില്ല, അപ്പൊ ഇരുട്ടായിപ്പോ ലൈറ്റ് ഇടാൻ വേണ്ടി ഇവിടെ ശിഷ്യനെ പറഞ്ഞു. കണ്ട ശിഷ്യ ലൈറ്റ് ഓഫായി. അയ്യോ അവന്മാരും പറപ്പിക്കും പറയണത് കണ്ട ഇവനൊക്കെ ഇവിടെ പഠിക്കാൻ വന്നിരിക്കണ ഡെയിലി കണ്ട വടിയൊക്കെ ആയിട്ട് നിക്കണത് കണ്ട. ശിഷ്യൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ട. അവന്മാർക്കൊക്കെ ഇവിടെ നിന്ന് പഠിക്കാൻ നിൽക്കാണ് നിലവില് കണ്ട. അതിപ്പോഴല്ല അത് കണ്ട ലൈറ്റ് ഇടാൻ പോയ ശിഷ്യനാണത് കണ്ട. പ്രാണി പറപ്പിച്ചാലേ ഇങ്ങനെയാണെങ്കി ഇവിടെ കേറൂലട്ടോ. വാ പള്ളി പോവാ, നിസ്കാരം ബാങ്ക് കൊടുത്തിട്ടുണ്ട്. വാ എല്ലാരും വന്നി ഇറങ്ങി വാ. ഇപ്പൊ പ്രാവ് രാത്രി ആയി, വൈകുന്നേരം അയച്ചിട്ട പ്രാവാണ്. ഇപ്പൊ നിലവില് സന്ധ്യ ഏകദേശം പള്ളി പോകാൻ ടൈമായിട്ട് നമുക്കൊക്കെ. അപ്പൊ എല്ലാ പ്രാവളെ നമ്മളിപ്പോ കൂട്ടിലേക്ക് ആക്കാണ്. ഇപ്പൊ ഓരോന്നുകൾ വരിവരിയായിട്ട് ഇങ്ങനെ കയറും കണ്ട. ഓരോന്നുകൾ ഇങ്ങനെ വരിവരിയായിട്ട് കയറും.
അപ്പൊ ഇതിനകത്തൊരു പൂവമ്പ്രാവ് തന്നെ ഓടിപ്പോയി കയറും. അതിന്റെ കൂട് തുറന്നു വെച്ചാൽ മതി. അത് ആ പ്രാവ് നേരെ പോയിട്ട് കണ്ടോട്ടാ ആ പ്രാവള് കയറണുണ്ടോ? ദേ നോക്കിക്കോ, കണ്ടാ? അതാണ് നിച്ചുവിന്റെ ട്രെയിനിങ്. കണ്ടാ, നിച്ചുവിടെ ട്രെയിനിങ് ആണ് ഇത്. കേട്ടാ, ഈ പ്രാവ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് കണ്ടാ കറക്റ്റ് ആ കൂട്ടിലേക്ക് കയറും അതിന്റെ. കണ്ടാ, അതിപ്പോ നിലവിൽ അതിന്റെ ഒരു കുഞ്ഞായിട്ട് ഇരിക്കുന്നുണ്ട്. അതിനൊരു ഫീമെയിൽ പ്രാവ് ഉണ്ട്, അതിന്റെ ജോഡി പ്രാവ് ഉണ്ട്. അതും അതേപോലെ തന്നെ കയറും. കണ്ടാട്ടാ, ഇതാണ്. കണ്ടാ, ഇതിപ്പോ എന്റെ ട്രെയിനിങ് ആണ്. കണ്ടാ, ഇപ്പൊ പറഞ്ഞു തരൂലെന്ന്. അതാണ്. കണ്ടാ, ഈ പ്രാവ് പോണ നോക്കി. കണ്ടാ, ഈ പ്രാവ് തന്നെ പോയിട്ട് കൂട്ടിലേക്ക് കയറും. കണ്ടാ, ഇതാണ് സിസ്റ്റം. കണ്ടാ, കുഞ്ഞായിട്ട് ഇരിക്കണേണ് ആ പ്രാവ്. കണ്ടാ, ബാക്കിയുള്ള പ്രാവളൊക്കെ ഇങ്ങനെ ഇവിടെ അയിഞ്ഞെടുക്കണേണ്. കണ്ടാ, പ്രാവള് ഇങ്ങനെ നിക്കണേണ്. കണ്ടാ, 2 പ്രാവ് പറക്കുന്നുണ്ട്. കണ്ടാ, കണ്ടാ എന്താണ് അവിടെ മൂടി വെക്കുന്നില്ല, അവിടെ ചാടിപ്പോണ്ടാന്ന് ഓർത്തിട്ടല്ലേ? പ്രാവളെ കൂട്ടിലടക്കാനാണ് നിലവില്. സന്ധ്യയായി, പള്ളി പോവാൻ നേരായി. അപ്പൊ അതേ കൂട്ടിലേക്ക് ആക്കാണ്. കുഞ്ഞൊക്കെ എടുത്ത് വച്ചേക്കനാണ് ടൂർണമെന്റ് വിടാൻ വേണ്ടി. സീസൺ അടുക്കാണ് നിലവില്. സീസണിനോട് സമയമായി.